ഒരു പുതിയൊരു അടിപൊളി നിയമം വരുന്നുണ്ട്. അപ്പോൾ എത്ര സീറ്റ് ഇല്ലാത്ത വണ്ടിക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ടെന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതെന്തായാലും മാറുന്നുണ്ട്, ഹെൽമെറ്റ് നിർബന്ധമാക്കുന്നുണ്ട്. ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ആ വണ്ടി മാക്സിമം യൂസ് ചെയ്യുന്നുള്ളത് കുട്ടികളാണ്. എന്നുവെച്ചാൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് 5ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്കൂൾ കുട്ടികളാണ് മെയിനായിട്ട് അങ്ങനത്തെ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്നുള്ളത്. ഇവർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു കഥയില്ലാത്ത പോക്കാണ്. ഞാൻ ടൗണിൽ തന്നെ മിക്കവാറും ഉണ്ടാവുന്നതുകൊണ്ട് കാണാറുണ്ട് വണ്ടികളുടെ ഇടയിൽ കട്ടാക്കി വരുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലാണ്, ഓക്കെ. പക്ഷെ എന്നാലും ഈ ലോറികളെയും ഈ ബസ്സുകളെയൊക്കെ ഇടയിൽ ഇവർ കട്ടാക്കി വരുന്ന കാണുമ്പോൾ ഇല്ലേ, സത്യം പറഞ്ഞാൽ നെഞ്ഞിക്കുത്തലാണ്. ഞാൻ തന്തവായിപ്പായതുകൊണ്ടോന്നൊന്നും അറിയില്ല, അത് കാണുമ്പോൾ ഒരു ഉള്ളിലൊരു കാളലാണ്, ഒരു പേടി. തന്തവായിപ്പായിട്ടായിരിക്കാം. എന്നാലും അതിന് ഹെൽമെറ്റ് വേണമെന്ന് പണ്ട് മുതൽ ഞാൻ ആഗ്രഹിക്കലുണ്ട്. 2 വീലേഴ്സിന് എല്ലാം ഹെൽമെറ്റ് നിർബന്ധമാക്കണം എന്നുള്ളത്. അടിപൊളി സ്ഥലം ഉണ്ടോ. മോനെ എന്താണ് വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. എനിക്ക് സമയമില്ല, ഞാൻ അവിടെ എന്നാലും കൂട്ടുകാരനെ വിളിച്ച് ചീത്ത വിളിക്കും. സൈക്ലിംഗ് ചെയ്യുന്ന സമയത്ത് ക്ലബിൽ നിയമം ഉണ്ടായിരുന്നു, നിർബന്ധമാണ് സൈക്ലിംഗ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യണം എന്നുള്ളത്. സൈക്കിൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് പരിചയമുള്ള എനിക്കെന്തായാലും ആ ഒരു സ്കൂട്ടർ ഓട്ടുമ്പോൾ ഹെൽമെറ്റ് കാണാത്തപ്പോൾ ഒരു മനക്കുത്തായിരുന്നു. എന്തായാലും സേഫ്റ്റിക്ക് വേണ്ടിയല്ലേ, നല്ലതാണ്. ഒരു ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട്, ഹെൽമെറ്റ് ഇട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതും. ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ എൻ്റെ ജീവിതം കഴിയേണ്ട ഇതായിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും വെന്റിലേറ്ററിലുണ്ടാവും. ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2018 കോയമ്പത്തൂർ വെച്ചൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ആ ആക്സിഡന്റിൽ ഞാൻ ബൈക്ക് മറിഞ്ഞിട്ട് ഞാൻ തെറിച്ച് പോയി. എന്തോ സ്പീഡ് 60 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വണ്ടി ഒരു കുണ്ടിലേക്ക് വീണിട്ട് ഞാൻ പൾട്ടിയായിട്ടാണ് വന്നത്. പക്ഷെ പുറമടിച്ചാണ് വീണത്. ആദ്യം തല അടിച്ചിട്ട് കഴുത്തും പുറമടിച്ച്. ആ അടിയിൽ എൻ്റെ കഴുത്തെല്ലും പൊട്ടി, എൻ്റെ ബാക്കത്തെ സ്പൈനൽ കോഡ് നട്ടെല്ലും പൊട്ടി. അപ്പോൾ അതേ അടി തലയും കൂടെ അടിച്ചിരുന്നെങ്കിലും ചിന്തിച്ച് നോക്കിയാൽ ഞാൻ പറയണ്ടല്ലോ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട്, ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന, ഡ്രൈവ് ചെയ്യുന്ന അനുഭവത്തിലാണ് പറയുന്നത്. മോനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്താ അടിപൊളി റൂട്ടാന്ന് അറിയോ. എനിക്ക് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ലൊക്കേഷൻ കിട്ടി. അതുകൊണ്ടാ മഴയൊക്കെ വരുന്ന നല്ല പച്ചപ്പ്. ആകെയുള്ള ബുദ്ധിമുട്ട് എന്താ പറയുക, ഈ റോഡിലുള്ള വെള്ളത്തിൻ്റെ മുകളിൽ പോകുമ്പോഴേക്ക് കാലിലേക്ക് ചളി തെറിക്കുന്നത്. ഇത് മാത്രം സഹിക്കാൻ പറ്റാത്തുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ. ഇപ്പൊ തെറിക്കും. തെറിച്ച് കണ്ടകടത്തിലേക്ക് വരെ തെറിച്ച്. മോനെ എന്ത് വൈബ് സ്ഥലമല്ലേ. ചെറിയ റോഡാണ്, ശ്രദ്ധിച്ച് ഓടിയില്ലെങ്കിൽ പണി കാണും. അങ്ങനെ പൊയിനാഴ്ച കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ റോഡ് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ നിയമം മൂലം 2 വീലർ റോഡിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. റോഡ് പണി കഴിയാത്ത സ്ഥലമാണല്ലോ. ഇവിടെ ജസ്റ്റ് ആ കാണുന്നത്ര മാത്രമേ ഈ ലൈനുള്ളൂ, വരച്ചിട്ടുള്ളൂ. ബാക്കി കൂടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി കംപ്ലീറ്റ് ആയ സ്ഥലത്ത് ഇതുവരെ ഞാൻ ബൈക്ക് കയറ്റിയിട്ടില്ല. പിന്നെ അപ്പുറത്ത് സർവീസ് റോഡും പണിയെടുക്കുകയാണ്, അതും പണി കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഫുള്ള് ചളിവിളിയാണ്, പോകാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ലേറ്റായും തോന്നുന്നു. കൂട്ടുകാരൻ വിളിച്ചുകൊണ്ടുണ്ട്, അതിന് ഡ്രൈവിങ്ങിലായതുകൊണ്ട് ഫോൺ എടുത്തിട്ടില്ല. പേര് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇറങ്ങാകുമ്പോഴേക്ക് കുറച്ചും കൂടെ ഓടാനുണ്ട്, ഒരു 10 കിലോമീറ്ററിൽ ഓടാനുണ്ട്. ഇതേ റോഡിൽ ഇങ്ങനെ ഒരു 60 സ്പീഡിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിലെത്തും. ക്യാമറ ഇപ്പോൾ ഓഫാവും. ബാറ്ററിയുടെ ചാർജ് ലോ ആയിട്ടുണ്ട്, ഇപ്പോൾ ഓഫാവും. ക്യാമറ ചാർജ് ചെയ്യാത്ത വലിയ മണ്ടത്തരായി. ചാർജ് ഇല്ലാന്ന് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ മറ്റേ ക്യാമറ കൂടെ കയ്യിലൊക്കെ ആയിരുന്നു. DJI എടുത്താൽ മതിയായിരുന്നു. അതിൽ എന്തായാലും ഫുൾ ചാർജ് ഉണ്ടാവും. നല്ല മഴക്കോളുണ്ട്. ആകെ ഇങ്ങനെ നോക്കിയാൽ ഫുൾ ഇരുട്ട് മൂടി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാ. വണ്ടിക്കൊരു മിസ്സിങ് വരുന്നുണ്ടല്ലോ. പെട്രോൾ കഴിഞ്ഞു, റിസർവ് ആയാ. ഡിസ്കോ. ഹൈവേ അതോറിറ്റിൻ്റെ ഏറ്റവും വലിയ തണ്ടിത്തരം, പന്തയില്ലായ്മ തരം തന്നെ പറയണം. അത് ഇവിടെ നല്ല മൊത്തത്തിൽ. എന്താണെന്നറിയോ, ഹൈവേ അതോറിറ്റിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാരെ ഒരു റോഡ് കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് തീരുമ്പോഴൊക്കെ ഒരു കട്ടിങ് ഉണ്ട്, ഒരു കോപ്പിൽ കട്ടിങ്. ഇതൊന്നല്ല. ഇപ്പോൾ ആ ലോറി നിൽക്കുന്ന സ്ഥലം കണ്ട, ഞാൻ കാണിച്ചു തരാം. കാറിലൊക്കെ പോകുമ്പോഴൊക്കെ ടക്ക് നിറഞ്ഞ അടിയുണ്ട്. അവൻ്റെ കോപ്പിലെ കട്ടിങ്ങാണ്. അത് നോക്കിക്കോ, വേണ്ട ഇവിടെ നോക്കിയോ, ഇപ്പം തന്നെ നോക്കിക്കോ. അടി അത് മിനിമം അതൊന്ന് കട്ട് ചെയ്യുന്ന സമയത്തില്ലേ, ആ പണി തീരുന്ന സമയത്ത് ജസ്റ്റ് ഒരു സോപ്പ് കൊടുത്താൽ മതി, ഒന്നും പ്രശ്നമില്ല. ഒരു സോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ചിലവുണ്ട്. അതിനാണ് അവരിങ്ങനെ ചെയ്തത്, അവരെ വീട്ടിലെ കോപ്പിലെ പണി. അല്ലെങ്കിൽ ഒരു വാണിങ് മുമ്പ് എന്തെങ്കിലും ഒരു പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വാണിങ് ഇല്ലേ, ഒരു കട്ടിങ്ങിട്ടൊരു വാണിങ്, കമ്പിൻ്റെ ഒരു വാണിങ് എന്തെങ്കിലുമൊക്കെ അവർ കൊടുക്കുക. ചെയ്യൂല. കാരണം കാറിൽ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അറിയൂല.
ഇപ്പം നമ്മളൊരു സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ 80-100 പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചവിട്ടി കഴിഞ്ഞാൽ ബാക്കിലുള്ള വണ്ടികളും അതേ സ്പീഡിലായിരിക്കും. അപ്പോൾ എല്ലാ വണ്ടിക്കും പെട്ടെന്ന് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ ഒരു കൂട്ടുകൂട്ടി നടക്കും. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനൊന്നുമില്ല, ബ്രേക്ക് പിടിക്കാതെ ഒറ്റ കയറിൽ കയറേണ്ടി വരും. നല്ല അടിക്കും, ടക്ക് എന്ന് പറഞ്ഞാൽ അടിക്കുകയും ചെയ്യും. എന്ത് സുഖമാണാവോ ഈ ഹംക്കിങ്ങൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ചെയ്തിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഒന്നാന ടൊയോട്ടയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ എത്തുന്ന വരെ ചാർജ് തന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് നോക്കണമല്ലോ. സെല്ലി ഇവിടുത്തെ ഒരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റിൽ അണ്ടർ പാസിൽ കൂടി അങ്ങോട്ട് പോകണം. ഇവിടെ നോക്കോ വേണ്ട നോക്കോ. എൻ്റെ റബ്ബേ, എൻ്റെ നടു പോയി. എന്ത് സുഖമാണാവോ ഈ പായന്മാർക്ക് കിട്ടണം ഇങ്ങനെ ചെയ്തിട്ട്. ഭാഗ്യം അണ്ടർ പാസിൽ പോകേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഒരു ഓപ്പൺ കാണുന്നുണ്ട്. അണ്ടർ പാസിൻ്റെ അടുത്ത് തന്നെ പോകണം. ഞാൻ കാണിച്ചുതരാം അണ്ടർ പാസിൻ്റെ അവസ്ഥ എന്താണ്. ഇവിടേക്ക് നേരാക്കിയിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ സർവീസിന് വന്ന സമയത്തില്ലേ, ഇവിടേക്ക് വെള്ളം നിറഞ്ഞിട്ട് ചെറിയൊരു മഴ പെയ്തിട്ടേ ഉള്ളൂ. അപ്പോഴേ സമയത്ത് അണ്ടർ പാസ് ഫുള്ള് വെള്ളം നിറഞ്ഞ് ഇവിടെ കുണ്ടുണ്ടോ എത്രത്തോളം കുഴിയുണ്ടോ ഒന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത് നേരാക്കിയിട്ടുണ്ട്. എൻ്റെ പൊതു എന്തല്ലോ ഇവിടെ കറക്റ്റ് ടാറ്റ ഷോറൂമിൻ്റെ മുന്നിൽ തന്നെ ഒരു കാർ ആക്സിഡൻറ്റ്. എൻ്റെ ഫ്രണ്ടിലേക്ക് ചെറിയ ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് അടിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡും ടയർ പഞ്ചറായിട്ടുമുണ്ട്. അത് ടാറ്റാൻ്റെ കാർ ഷോറൂമല്ല, ലോറിയും അങ്ങനത്തെ ഒക്കെ ഇല്ലേ, ലോറിയല്ലേ ചെറിയ വണ്ടികളില്ലേ അതിൻ്റെതാണ്. അങ്ങനെ നമ്മൾ ടൊയോട്ട ഷോറൂമിലേക്ക് എത്തി. സൈഡാ ഓക്കെ. ഫൈനലി നമ്മുടെ ഷോറൂമിലെത്തിയിട്ടുണ്ട്. ഇനി കൂട്ടുകാരനെ പിക്ക് ചെയ്തിട്ട് പോട്ടെ. ചാർജ് കഴിഞ്ഞ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.